Assalamu alaikum warahmatullahi wabarakatuh. Hi guys, welcome to our channel. എല്ലാവർക്കും സുഖാണല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചെറിയ സ്റ്റോറി ആയിരുന്നു പറഞ്ഞത്. അത് ഇന്ന് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അത് എവിടെ വെച്ചാണ് നിർത്തിയതെന്ന് ഓർമ്മയുണ്ടോ? അതെ, അങ്ങനെ ഒരു ദിവസം കള്ള് കുടിച്ച് വീട്ടിലെത്തി കിടന്നുറങ്ങുമ്പോഴാണ് അദ്ദേഹം ഒരു സ്വപ്നം കാണുന്നത്. ഖിയാമത്ത് നാൾ സംഭവിച്ചതായിരുന്നു ആ സ്വപ്നം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും കൂട്ടം കൂട്ടമായി മഹ്ശറിലേക്ക് പോകുന്നു. മഹ്ശറിൽ വെച്ച് അള്ളാഹു ഓരോ ആളുകളുടെയും പേര് വിളിക്കുന്നു. പേര് വിളിക്കുന്നതിനനുസരിച്ച് ഓരോരുത്തരും അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോഴതാ മാലിക് ബിൻ ദിനാർ എന്ന പേര് വിളിക്കുന്നു. ആ വിളി കേട്ട് സ്ഥലത്തേക്ക് പോകുമ്പോൾ ഭീമകരമായ ഒരു വിഷസർപ്പം തൻ്റെ പിന്നാലെ വരുന്നു. അദ്ദേഹം സർപ്പത്തിൻ്റെ കടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടി. അങ്ങനെ ഓടുന്ന സമയത്ത് ഒരാളെ കാണുന്നു. ഒരു വൃദ്ധ മനുഷ്യനായിരുന്നു അത്. മാലിക് ദിനാർ അയാളോട് ചോദിച്ചു, എന്നെ ഒന്ന് രക്ഷപ്പെടുത്താമോ? അപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു, ആരോഗ്യമില്ലാത്ത ഞാൻ എങ്ങനെയാണ് നിങ്ങളെ രക്ഷപ്പെടുത്തുക? എന്നാൽ എനിക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴി പറഞ്ഞു തരാമോ? അപ്പോൾ ആ വൃദ്ധൻ ഇടതുഭാഗത്തേക്ക് ഓടാൻ പറഞ്ഞു. ഓടി അയാൾ എത്തിയത് നരകത്തിൻ്റെ മുന്നിലായിരുന്നു. അങ്ങനെ അവിടുന്ന് തിരിഞ്ഞോടി വൃദ്ധൻ നിൽക്കുന്നിടത്ത് തന്നെ എത്തി. അപ്പോൾ വൃദ്ധൻ പറഞ്ഞു, നിങ്ങൾ വലതുഭാഗത്തേക്ക് ഓടൂ. അങ്ങനെ വലതുഭാഗത്തേക്ക് ഓടുമ്പോൾ അതാ ഒരു കൊച്ചു പർവ്വതം കാണുന്നു. അവിടെ ദാ കുറേ കുട്ടികൾ ഓടിക്കളിക്കുന്നു. ആ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ അതാ തൻ്റെ പൊന്നുമോൾ ഫാത്തിമ. തൻ്റെ ഉപ്പ ഓടി വരുന്നത് ഫാത്തിമ കാണുന്നു. അവൾ ഓടി വന്നു സർപ്പത്തെ തട്ടി മാറ്റി ഉപ്പയെ കെട്ടിപ്പിടിച്ചു. ഫാത്തിമ ഉപ്പയോട് ചോദിച്ചു, നിങ്ങൾ ഇനിയും നന്നാവാനായില്ലയോ ഉപ്പ? അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് ഇനിയും ആയില്ലയോ? അപ്പോൾ മാലിക് ദിനാർ ചോദിച്ചു, എൻ്റെ പിന്നാലെ വന്ന സർപ്പം ഏതാണ്? അപ്പോൾ ആ മകൾ പറഞ്ഞു, നിങ്ങൾ ചെയ്ത തിന്മകളാണത്. ഒരുപാട് തിന്മകൾ നിങ്ങൾ ചെയ്തത് കൊണ്ടാണ് ആ സർപ്പത്തിന് ഇത്ര ശക്തി. വഴിയിൽ നിങ്ങൾ കണ്ട ആ ബലഹീനമായ വ്യക്തി നിങ്ങൾ ചെയ്ത നന്മകളാണ്. കുറച്ചു കാലമല്ലേ നിങ്ങൾ നന്മ ചെയ്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത അമലിന് ആ സർപ്പത്തെ കീഴ്പ്പെടുത്താനുള്ള ശക്തിയുണ്ടായില്ല. ഈ സമയം മാലിക് ദിനാർ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നു. താൻ കണ്ടത് സ്വപ്നമാണെന്ന് മനസ്സിലാകുന്നു. കള്ള് കുടിച്ചാണ് ഉറങ്ങിയത്. ഉണർന്ന പാടെ അദ്ദേഹം കുളിച്ച് ശുദ്ധിയായി വുളു എടുത്തു നിസ്കരിച്ചു. പിന്നീട് അദ്ദേഹം പരിശുദ്ധമായ ദീനിൻ്റെ മഹത്തായ ആശയം ഉൾക്കൊണ്ട് ലോകം കണ്ട മഹാനായി. കഥ ഇവിടെ തീരുന്നു. ജസക്കല്ലാഹ് ഖൈർ.